നമ്മുടെ പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ വരാഹാവതാരം എന്ന 12ാം ദശകത്തിലെ 2ാമത്തെ ശ്ലോകം. ഇവിടെ ഈ ദശകത്തിലെ ശ്ലോകം മുഴുവനും രചിച്ചിട്ടുള്ളത് വസന്തതിലകം എന്ന വൃത്തത്തിലാണ്. കഷ്ടം പ്രജാ സൃജതി മയി അവനിർ നിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയതത് പ്രജാനാം ഇത്യേവമേഷ കഥിതോ മരുണ സ്വയംഭൂഃ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യജിന്തീത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കഷ്ടം പ്രജാഃ സൃജതി മയി അവനിഃ നിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത് പ്രജാനാം. ഇതി ഏവം ഏഷ കഥിതഃ മനുന സ്വയംഭൂഃ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യജിന്തീത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ അംഭോരുഹാക്ഷ യേശ സ്വയംഭൂഃ മനുന സരോജഭവ മയി പ്രജാഃ സൃജതി അവനിഃ നിമഗ്ന കഷ്ടം തത് പ്രജാനാം സ്ഥാനം കൽപ്പയ ഇതി ഏവം കഥിതഃ തവ പാദയുഗം വ്യജിന്തീത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. സ്വയംഭുവ മനു ഇപ്രകാരം ബ്രഹ്മാവിനെ ഉണർത്തിച്ചു. സരോജ സംഭവനായ ബ്രഹ്മാവെ, ഞാൻ പ്രജാസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കെ ഭൂമിദേവി സമുദ്രത്തിൽ മുങ്ങിത്താഴുന്നത് കാണുകയാണ്. അശരണരായ പ്രജകൾക്ക് ആശ്രയം ഉണ്ടാക്കിത്തരണം എന്ന് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച ബ്രഹ്മദേവൻ, അല്ലയോ അംബുജലോചന, താങ്കളുടെ പാദങ്ങളെ ഭജിക്കാൻ ആരംഭിച്ചു എന്ന് സാരം. നമസ്തേ.